ഹലോ, ഇന്നത്തെ വ്ളോഗിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് സിമ്പിൾ ടിപ്സ് നിങ്ങൾക്ക് തരാമെന്നാണ്. ഹൗ ടു ജേർണൽ. ഈ ജേർണൽ ചെയ്യുന്നത് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. ജേർണൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരും ആയിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഹൗ ടു ജേർണൽ. ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് സിമ്പിൾ. നമ്മൾ എന്താണെന്ന് എക്സ്പ്രസ് ചെയ്യാനും നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ഡൂഡിൽ ചെയ്ത് വെക്കാനും ആയിട്ടാണ് ഈ ജേർണലിംഗ് എന്ന് പറയുന്നത്. ഞാൻ ജേർണൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ശരിക്കും ജേർണൽ ചെയ്യാൻ ഇത്രയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. കുറച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജേർണലിംഗ് ചെയ്യാൻ പറ്റും. നമ്മൾ ക്രിയേറ്റിവിറ്റിയിലുള്ളത് മാതിരി ഒരു പിക്ചർ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്ത് വെക്കുക, ഇതൊക്കെ തന്നെയാണ് ജേർണലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോർമൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ റൈറ്റിംഗ് പെൻ, ജെൽ പെൻസ് അല്ലെങ്കിൽ ബോൾ പോയിന്റ് പെൻസ്, അങ്ങനത്തെ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് കളർ പെൻസ്, മാർക്കേഴ്സ്, പെൻസിൽ, ഹൈലൈറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് പേഴ്സണലി വിൻറ്റേജ് ജേർണൽസിനെക്കാട്ടിലും കളർഫുൾ ആയിട്ടുള്ള ജേർണൽസ് ആണ് ഇഷ്ടം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്തും നമുക്ക് പറ്റാവുന്ന അത്രയും കളർഫുൾ ആക്കാൻ നോക്കണം. അല്ലെങ്കിൽ കുറച്ച് കളേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട് സിമ്പിൾ ആക്കി വെക്കുക. ഈ ബ്രഷ് പെൻസ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ സാധാ സ്കെച്ച് പെന്നും യൂസ് ചെയ്യാൻ പറ്റും. അതും അല്ലെങ്കിൽ വാട്ടർ കളർ യൂസ് ചെയ്യാം. അതാവുമ്പോൾ കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള കളറിങ്സ് കിട്ടും. ബ്ലാക്ക് ഇങ്ക് പെൻ, ബ്ലാക്ക് ജെൽ പെൻ അല്ലെങ്കിൽ CD മാർക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഔട്ടർ ലൈൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും. പെൻസിൽ, ഇറേസർ, റൂളേഴ്സ് ആൻഡ് ഗ്ലൂ, മാസ്കിംഗ് ടേപ്പ്, സിസേഴ്സ്, സ്റ്റാമ്പ്, പെൻ നൈഫ്, ഇത്രയും സാധനങ്ങളൊക്കെ എന്തായാലും കുറേ ലോക്കൽ സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതൊക്കെ മെയിൻ ആയിട്ടുണ്ടെങ്കിൽ തന്നെ ജേർണലിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇതല്ലാണ്ട് തന്നെ ആൽഫബറ്റ്സ് ആയിട്ടുള്ള കുറേ ലെറ്റേഴ്സ്, സ്റ്റിക്കേഴ്സ്, പിന്നെ വാഷി ടേപ്സ് ഒക്കെ യൂസ് ചെയ്ത് ഡെക്കറേഷൻസ് ചെയ്യാം. ഇനി എന്തിന് ജേർണലിംഗ് ചെയ്യണം? ജേർണലിലെ ഒരു പേജ് നമുക്ക് ഡയറി ആയിട്ട് എടുക്കാം. അതിൽ നമ്മൾ ഡെയിലി തോട്ട്, ഡെയിലി കാര്യങ്ങൾ നടന്നത് ഒക്കെ എഴുതി വെക്കാം. ഇതിലൂടെ തിങ്കിങ് കപ്പാസിറ്റി കൂടും. നമ്മളെ ക്രിയേറ്റീവ് സൈഡ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും. പഴയ കാര്യങ്ങൾ, പഴയ ഫോട്ടോസ്, പഴയ സ്റ്റിക്കേഴ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടൊക്കെ വെക്കാൻ പറ്റും. ഈ ബിൽസ് ഒക്കെ സൂക്ഷിക്കുന്നത് അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. പിന്നെ മെയിൻ ആയിട്ട് സ്ട്രെസ് ഫ്രീ ആക്കും. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, ടു ഡു ലിസ്റ്റ്, ഗോൾ ലിസ്റ്റ്, ചെയ്യാനും നേടാനുള്ള കുറെ സെറ്റ് ഓഫ് കാര്യങ്ങൾ എഴുതി വെക്കാം. സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയിട്ട് നമുക്ക് ജേർണലിംഗ് ചെയ്യാം. ടൈപ്സ് ഓഫ് ജേർണൽസ് പറഞ്ഞുതരാം. ആക്റ്റീവ് ജേർണൽ, ബുള്ളറ്റ് ജേർണൽ, ആർട്ട് ജേർണൽ, ട്രാവൽ, ഫുഡ്, ഹെൽത്ത്, ക്രിയേറ്റീവ്, പ്രൊഡക്റ്റീവ്. ഇതല്ലാണ്ട് വേറെയും കുറേ ജേർണൽസ് ഒക്കെ ഉണ്ട്. എൻ്റെ ജേർണൽ ഏകദേശം ഒരു ജങ്ക് ജേർണലാണ്. കാരണം എനിക്ക് ഇതിനകത്ത് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും എഴുതാം. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ജേർണലാണ് എൻ്റെ ജേർണൽ. നമുക്കുള്ള ഫീലിങ്സ്, തോട്ട്സ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഗോൾസ്, റിഫ്ലക്ഷൻ, ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ ഒരു ജേർണലിൽ എഴുതേണ്ടത്. ക്രിയേറ്റീവ് ആയിട്ടുള്ള മീൻസ് DIY ടൈപ്പ് ഒരു പേജ്, അല്ലെങ്കിൽ ഫണ്ണായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്, പിന്നെ പേഴ്സണൽ ഗ്രോത്ത്, ഹാബിറ്റ്സ്, ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ലോഗ്സ്, ഇതൊക്കെയാണ് ഒരു ജേർണലിലെ പേജിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഹൗ ടു ജേർണൽ. ഒരു മീഡിയം സൈസുള്ള നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഡയറി യൂസ് ചെയ്യാം. ജേർണൽ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക സമയം വേണമെന്ന് എനിക്ക് തോന്നിയില്ല, പക്ഷേ എന്നാലും ഒരു സമയം കണ്ടെത്തുക. പിന്നെ തുടങ്ങുന്ന സമയത്ത് തന്നെ കുറേ അങ്ങോട്ട് എഴുതി കൂട്ടാണ്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ജേർണലിംഗ് സ്റ്റാർട്ടേഴ്സ് ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് കുറച്ച് കളേഴ്സും കുറച്ച് പേജും കുറച്ച് സ്ഥലവും മാത്രം എടുത്തിട്ടുള്ളത് ചെയ്യാം. ഒരു ദിവസം തന്നെ കുറേ ചെയ്യാണ്ട് ഒരു ദിവസം ഒറ്റ രണ്ടെണ്ണം വെച്ച് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിലൊക്കെ എഴുതുന്ന സമയത്ത് കുറച്ച് പ്രോംപ്റ്റ്സുകൾ യൂസ് ചെയ്യാം. വാട്ട് ഐ എം ഫീലിംഗ് റൈറ്റ് നൗ, അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ ഫോർ, മൂവീസ് ടു വാച്ച്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേജുകളിൽ ഇതൊക്കെ എഴുതാൻ ശ്രമിക്കാം. നമ്മളെ മനസ്സിലേക്ക് എന്ത് വരുന്നോ അത് എഴുതുക. ഇല്ലെങ്കിൽ ഒരു ടോപ്പിക്കായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ടോപ്പിക്കുകൾ മാത്രമുള്ളത് കിട്ടും. അതിൽ 31 ഡേയ്സിലേക്ക് 31 ചാലഞ്ചസ് ഒക്കെ ഉള്ളതുണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 31 ഡേയ്സും കൺസിസ്റ്റൻ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഡെയിലി ഓരോ ടോപ്പിക്കുകളും കാര്യങ്ങളും ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. പിന്നെ കൂടുതലും ടു ഡു ലിസ്റ്റുകളും ട്രാക്കിങ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. ഫീലിങ്സിൻ്റെ ട്രാക്കിംഗ് ലിസ്റ്റ്, സൈക്കിൾസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ പീരീഡ് ട്രാക്കേഴ്സ് ഉണ്ട്, മന്ത്ലി ട്രാക്കേഴ്സ്, പിന്നെ ഇമോഷൻസ് ഒക്കെ, അതൊക്കെ ഉള്ള ട്രാക്കേഴ്സ് ഉണ്ട്. ടു ഡു ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് കോളേജിലേക്ക്, സ്കൂളിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ എഴുതി വെക്കാം. ഹോംവർക്ക്, സ്റ്റഡി ലിസ്റ്റ്, സ്റ്റഡീഡ് ലിസ്റ്റ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ നമുക്കൊരു മടുപ്പൊക്കെ വരാൻ തുടങ്ങും. ഡെയിലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, പക്ഷേ എന്നാലും ചെയ്യുക. കാരണം ചെറിയൊരു ബ്രേക്ക് എടുത്താൽ തന്നെ അത് പിന്നെ ചെയ്യുന്ന സമയത്ത് വലിയൊരു ഗ്യാപ്പായി പോകും. നമ്മളെപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഈ പറയുന്ന ഞാൻ വലിയ കൺസിസ്റ്റൻ്റ് ഒന്നല്ല, എന്നാലും എത്ര തിരക്കുണ്ടെങ്കിലും അതിൻ്റെ ഇടയിലും ജേർണലിംഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഈ പഞ്ച്വാലിറ്റി, ഡിസിപ്ലിൻ ഒക്കെ പോലെ തന്നെയാണ് കൺസിസ്റ്റൻസി. ഈ വേർഡ് കുറച്ചുകൂടി വലുതാകുമ്പോൾ ഫെമിലിയർ ആയിട്ട് വരും, അത്രേ ഉള്ളൂ. അപ്പം കീപ്പ് ഇറ്റ് കൺസിസ്റ്റൻറ്റ്. ഈ കൺസിസ്റ്റൻ്റ് ആവാൻ പലപ്പോഴും പറ്റിയെന്ന് വരില്ല. അപ്പോഴും വിചാരിക്കുക ജേർണലിൽ എങ്ങനെയെങ്കിലും തീർക്കണം, അതാവുമ്പോൾ ഈ ബൾക്കായി കിടക്കുന്ന ജേർണൽ കാണാൻ നല്ല രസമാണ് എന്ന്. അങ്ങനെ വിചാരിച്ചാൽ തന്നെ നമുക്കങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവം വരണം.
ഡെയിലി ഒരു 5 മിനിറ്റ് എങ്കിലും ചെയ്താൽ മതി, അതെന്നെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ജേർണൽ ചെയ്യാൻ തുടങ്ങുന്നത് ആദ്യം ഡയറിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഒരു 5th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത്. പിന്നെ എൻ്റെ 2024 ജേർണലിൻ്റെത് ഞാൻ ഫ്ലിപ്പ് ത്രൂ ഇട്ടിട്ടുണ്ട്. എൻ്റെ ജേർണൽ പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് എൻ്റെ ജേർണൽ എനിക്കിഷ്ടമാണ്. പിന്നെ മേ ബി സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കുറച്ചും കൂടെ ഒരു കോംപ്ലിക്കേറ്റഡിനേക്കാളും നല്ലത്. അപ്പം ഈ സാധനങ്ങളൊക്കെ വാങ്ങാത്ത എങ്ങനെയെങ്കിലും ചെറിയ രീതിയിൽ ജേർണലിങ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കൊണ്ട് യൂസ്ഫുൾ ആയാലോ. ഞാൻ ജേർണലിങ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. എൻ്റെ 2024 ജേർണൽ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൽ യൂസ് ചെയ്തത് A4 ഷീറ്റ് ആണ്. പക്ഷേ A4 ഷീറ്റിനേക്കാളും എന്തുകൊണ്ടും നല്ലത് കുറച്ചും കൂടി കട്ടിയുള്ള പേപ്പേഴ്സ് ആയിരിക്കും. പിന്നെ ഞാൻ ചെറിയ ബുക്കിലും വലിയ ബുക്കിലും ഒക്കെ ജേർണലിങ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് എനിക്ക് കംഫർട്ടായി തോന്നിയത് ഈ ഒരു സൈസാണ്. ഇതിൽ നമുക്ക് ഒരു കാര്യം എഴുതിയാൽ തന്നെ അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ ഉണ്ടാവും. കുറച്ചും കൂടി വലുതാണെങ്കിലും ബോറാണ്, കുറച്ചുകൂടി ചെറുതാണെങ്കിലും ബോറാണ്. പിന്നെ നമ്മൾ ഓരോരുത്തരും എങ്ങനെ യൂസ് ചെയ്യുന്നു അതുമാതിരി ഉണ്ടാവും കേട്ടോ ബുക്കിൻ്റെ ലുക്ക്. പിന്നെ ഈ A4 ഷീറ്റിൽ പ്രിൻ്റ് എടുക്കുന്ന 10 രൂപേൻ്റെ പ്രിൻറ്റിന് പകരം ഹാൻഡ് മെയ്ഡ് ആയിട്ട് തന്നെ പേപ്പേഴ്സ് ഉണ്ടാക്കുക. നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു പാറ്റേൺ അതിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാം. കൂടുതലും ബ്ലാക്കോ ബ്ലൂവോ പെൻസ് യൂസ് ചെയ്യാണ്ട് കുറേ കളർ പെൻസ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഡു സബ്സ്ക്രൈബ്. ബൈ.